ആവേശമായി തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കരമന ജയന്റെ വാഹന പ്രചാരണ ജാഥ. തിരുവനന്തപുരം പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച യാത്ര പടിഞ്ഞാറേക്കോട്ടെ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിന് മുന്നിൽ സമാപിച്ചു. പിണറായി സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരായ വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പെന്ന് കരമന ജയൻ ജനം ടിവിയോട് പറഞ്ഞു. ആവേശോജ്വല വരവേൽപ്പാണ് കരമന ജയന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് ലഭിച്ചത്. പാളയം മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കം കുറിച്ചത്. വാദ്യമേളങ്ങൾക്കൊപ്പം നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളും യാത്രയിൽ അണിനിരന്നു. പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ അഴിമതി ഭരണം ജനം ചർച്ച ചെയ്യുമെന്ന് കരമന ജയൻ പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രവും സെക്രട്ടേറിയറ്റും അടക്കമുള്ള പൈതൃക സ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ണ് ഇനി BJP ഭരിക്കുമെന്നും കരമന ജയൻ പറഞ്ഞു. ഇത് ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണാണ്. ഇതൊരു മഹാനഗരമാണ്. ഇതൊരു പുണ്യനഗരമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും വെട്ടുകാട് ചർച്ചും അതോടൊപ്പം ഭീമാപ്പള്ളി അടക്കമുള്ള മഹത്തുക്കളായിട്ടുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ പൂർണ്ണമായിട്ടും BJPക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാകും. BJP ജയിക്കുക തന്നെ ചെയ്യും. തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം അടക്കമുള്ള 4 നിയോജക മണ്ഡലങ്ങളിലും താമരവരിയും ഞങ്ങളുടെ MLA-മാരുണ്ടാകും. BJPയുടെ 4 MLA-മാർ ഈ തിരുവനന്തപുരം സിറ്റി ജില്ലയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം എല്ലാ ജനങ്ങളും ഉറപ്പിച്ച കാര്യമാണ്. നഗരഹൃദയങ്ങളെ ഇളക്കിമറിച്ച് വിവിധ ഇടങ്ങളിലൂടെ കടന്നുപോയ യാത്ര പടിഞ്ഞാറേക്കോട്ടയിൽ അവസാനിച്ചു. ജനം, തിരുവനന്തപുരം.